ഹലോ നമസ്കാരം. ഇന്നലെ ഒരു പടം കണ്ടു, ലോക ചാപ്റ്റർ 1 ചന്ദ്ര. എന്ത് ഗംഭീര പടമാണെന്നേ. മലയാള സിനിമ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു മാറ്റത്തിന്റെ പാതയിലാണ്. അതിന്റെ എക്സ്ട്രീമാണ് ഈ പറഞ്ഞ ലോക എന്ന് പറയുന്ന സിനിമ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വത്തിന്റെ ഒഴുക്കിനിടയിൽ ഈ ഓണക്കാലം ബാക്കി പടങ്ങളെല്ലാം മുങ്ങിപ്പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ലോക ഈ ഓണ റിലീസ് ഏറ്റവും ഗംഭീര പടമായിരിക്കും. ഈ പടത്തെക്കുറിച്ച് പറയുമ്പോൾ ഡൊമിനിക് അരുൺ എന്ന് പറയുന്ന റൈറ്റർ എന്ന് പറയുന്ന ആ ഡയറക്ടറിന്റെ വിഷൻ, ആ സിനിമയെക്കുറിച്ചുള്ള അയാളുടെ കാഴ്ചപ്പാട്. കാര്യം ഇതിന്റെ സ്റ്റോറി ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോറി ചിലപ്പോൾ ഒരാളടുത്ത് പറഞ്ഞാൽ അത് കൺവിൻസിങ് ആവണമെന്നില്ല, പക്ഷേ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി അത് ഗംഭീരമായിട്ടുണ്ട്. ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ദുൽഖർ സൽമാനാണ്. ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ഈ ഡൊമിനിക് അരുൺ എന്ന് പറയുന്ന ഡയറക്ടറെ വിശ്വസിച്ച് ആ പടം ഏറ്റെടുത്ത ദുൽഖർ സൽമാനെ ഞാൻ ആദ്യം തന്നെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. കാര്യം അത്രത്തോളം ഒരു സബ്ജക്റ്റ് എടുത്ത് വളരെ മനോഹരമായി ആ പടം ചെയ്തിട്ടുണ്ട്. എനിക്കതിനകത്ത് എടുത്തു പറയേണ്ടത് കല്യാണി പ്രിയദർശൻ എന്ന് പറയുന്ന നമ്മുടെ കുറേ കാലമായി മുഞ്ചുള്ള കഥാപാത്രങ്ങൾ അഭിനയിച്ച് ആ ഒരു കാറ്റഗറിയിലോട്ട് ഞാൻ മാറിക്കൊണ്ടിരുന്ന കല്യാണി പ്രിയദർശൻ്റെ ഗംഭീര പ്രകടനം, ആക്ഷൻ സീക്വൻസ് ഒക്കെ കാണണം. നമ്മൾ പണ്ട് വാണി വിശ്വനാഥൊക്കെ ആ കാലഘട്ടത്തിൽ നല്ല ഗംഭീര ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ നമ്മുടെ മലയാളത്തിൽ നിന്ന് അങ്ങനെ ആക്ഷൻ സീക്വൻസ് എത്ര ഗംഭീരമായിട്ട് എനിക്ക് അങ്ങനെ വലുതായിട്ടും തോന്നിയിട്ടില്ല. പക്ഷേ കല്യാണി പ്രിയദർശൻ ഗംഭീരമായിട്ട് ഇതിനകത്ത് ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഈ പടം ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കല്യാണി പ്രിയദർശൻ്റെ ചൈൽഡ്ഹുഡായിട്ട് ചെയ്തിരുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേരെനിക്കറിയില്ല, പക്ഷേ എന്ത് ഗംഭീരമായിട്ടാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. ആ കുട്ടിക്ക് ഒരു ഫൈറ്റ് സീനുണ്ട്. ആ ഫൈറ്റൊക്കെ നമ്മൾ ഒരു കുട്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്നുള്ള നിലയിലായിരിക്കും, പക്ഷേ ഇത് നമ്മൾ വാവ് പറയുന്ന രീതിയിലുള്ള ഗംഭീര ഫൈറ്റ് സീനാണ്. നിമിഷ് രവി എന്ന് പറയുന്ന സിനിമോട്ടോഗ്രാഫർ ശരിക്കും പറഞ്ഞാൽ ഈ പടം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല നടക്കുന്നത്. ഈ കഥ നമുക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ മറ്റൊരു പശ്ചാത്തലം ഉണ്ടാക്കി ആ പശ്ചാത്തലത്തിൽ ആ ലൈറ്റിങ്, ആ ക്യാമറ എടുത്തിരിക്കുന്നത്, അതിൽ കൊടുത്തിരിക്കുന്ന മ്യൂസിക്സ്, ശരിക്കും പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഗംഭീരമാകുമ്പോൾ ഒരു സിനിമ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു സിനിമയാവും. ഇത്തരത്തിലുള്ളൊരു സിനിമയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു 2 ക്യാമിയ റോളുകൾ വരുന്നുണ്ട് ഇതിനകത്ത്. അത് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ക്യാമിയ റോളിൻ്റെ അഴിഞ്ഞാട്ടമായിരിക്കും എനിക്ക് തോന്നുന്നു ചാപ്റ്റർ 2. അതിനുള്ള വകുപ്പെല്ലാം ആ ഡയറക്ടറിൽ നമുക്ക് വിശ്വാസം തോന്നും. കാര്യം വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ പെട്ടെന്ന് തിയേറ്ററിൽ വന്ന ഒരു പടമാണ് ലോക. പക്ഷേ അതിൻ്റെ പിന്നിൽ എടുത്തേക്കുന്ന എഫേർട്ട് അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ബാഹുബലിയും നമ്മൾ KGF അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. ആ പടങ്ങളുടെ കൂട്ടത്തേക്ക് അതിന് മുകളിലോ താഴെ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലേക്ക് മലയാളത്തിൽ നിന്ന് എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മികച്ച പടമാണ് ലോക. ഉറപ്പായിട്ടും ഓണം റിലീസിന് എത്തിക്കുന്ന മറ്റ് സിനിമകൾ കാണുന്നതിനോടൊപ്പം മസ്റ്റായിട്ടും തിയേറ്റർ വിസിറ്റായിട്ട് തന്നെ നിങ്ങൾ ഈ ലോക കാണണം. കാരണം ഇത് OTTയിൽ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഇത് എഫക്റ്റ് ആവണമെന്നില്ല. ഈ സൗണ്ട്, ഈ ആക്ഷൻ സീക്വൻസ്, ഇതെല്ലാം ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പടമാണ്. ഇതിനകത്ത് നസ്ലിൻ നല്ലൊരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട്. നസ്ലിൻ്റെ 100 കോടി അടുത്ത 100 കോടിയാണ്. പക്ഷേ ഇത് നസ്ലിൻ മാത്രം അവകാശപ്പെടാനല്ല, കല്യാണി പ്രിയദർശനും ഒപ്പം ഇതിൻ്റെ ഡയറക്ടർ, സിനിമോട്ടോഗ്രാഫർ, ഈ ഒരു വലിയ റിസ്ക് എടുത്ത DQ ഉൾപ്പെടെ എല്ലാവർക്കും. പിന്നെ കുറച്ച് കാലമായിട്ട് നമ്മുടെ സലീം കുമാറിൻ്റെ മോൻ ചന്തു സിനിമയിൽ സജീവമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ചന്തുവിൻ്റെ ഒരു മികച്ച ക്യാരക്ടറാണ് ഇത്. ചന്തു